ഹൃദയപൂർവം ഭാഗം 95. ഈശ്വറിനെ ഹരിയും സച്ചിദേവും സഞ്ജയും എല്ലാം പിടിച്ചുമാറ്റാൻ നോക്കുന്നുണ്ട്. എന്തൊക്കെയോ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നാൽ മുത്തശ്ശിയും സന്ദീപും മാത്രമാണ് ഒരു സ്ഥലത്ത് മാറിയിരുന്നത്. അവർ ഈശ്വരനെ നോക്കിക്കൊണ്ട് തന്നെയാണ് ഇരുന്നത്. അപ്പോഴാണ് സന്ദീപ് മുത്തശ്ശിയെ നോക്കിയത്. മുത്തശ്ശിയും സന്ദീപിനെ നോക്കി. ആ സമയം മുത്തശ്ശിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിയുന്നത് സന്ദീപ് കണ്ടു. സന്ദീപിന്റെ കണ്ണുകൾ വിടർന്നു. അവൻ എഴുന്നേറ്റ് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു. എന്റെ കുട്ടി സുഖമായിട്ട് എത്തി അല്ലേ? മുത്തശ്ശി ചോദിച്ചതും സന്ദീപ് ഒന്ന് ഞെട്ടി. എവിടെ? എനിക്കറിയാം കുട്ടിയെ, എന്റെ കുട്ടി ഒരുപാട് അനുഭവിച്ചതാണ്. ഞാൻ കാരണാണ് ആ കുഞ്ഞ് ഈ വീട്ടിലേക്ക് വന്നത്. എന്റെ വാക്കുകൾ വിശ്വസിച്ചാണ് വന്നത്. ഒരുപാട് അനുഭവിച്ചതാണ്. നോക്കിക്കൊള്ളണം കേട്ടോ. വിട്ടുകൊടുക്കരുത് ഇവിടെയുള്ളവർക്ക്. അവളെ വിട്ടുകൊടുക്കരുത് കേട്ടോ. മുത്തശ്ശി വീണ്ടും പതിയെ പറഞ്ഞു. മുത്തശ്ശി എങ്ങനെ അറിഞ്ഞു? സന്ദീപ് ചോദിച്ചു. എന്നോട് പറഞ്ഞിരുന്നു ഇവിടെ നിന്നും പോകുമ്പോ കൂട്ടുകാരിയെ കാണാൻ പോവാണെന്ന്. ഒരുപാട് നാളുകൾക്ക് ശേഷം സന്തോഷത്തോടെ എന്നോട് വന്ന് പറഞ്ഞ ഒരേയൊരു കാര്യം അതാണ്. ആ കുഞ്ഞിന്റെ സന്തോഷം കണ്ടപ്പോ എനിക്കും ഒത്തിരി സന്തോഷം തോന്നി. തിരിച്ചു വരാതായപ്പോ ഞാൻ ഉറപ്പിച്ചു അവൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അവളുടെ കൂട്ടുകാരിയുടെ അടുത്ത് സേഫായിട്ട് ഉണ്ട് എന്ന്. പക്ഷെ മുത്തശ്ശി, അതിൽ എനിക്കറിയാമെന്ന് മുത്തശ്ശിക്ക് എങ്ങനെ അറിഞ്ഞത്? അവൻ ചോദിച്ചു. നീ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയും വന്ന് സംസാരിച്ചത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവുമോള്. പറയാൻ കാരണം അന്ന് ഒത്തിരി സന്തോഷത്തിലായിരുന്നു. സന്തോഷം ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് വന്ന് സംസാരിക്കും. അതിന്റെ സന്തോഷം എന്നോട് പങ്കുവെക്കും. സന്തോഷം മാത്രം പങ്കുവെക്കുള്ളൂ, സങ്കടം പങ്കുവെക്കില്ല. അപ്പൊ എനിക്കറിയായിരുന്നു നീയുണ്ട് അതിലെന്ന്. നിന്റെ പെണ്ണിനെ പറ്റിയും പറഞ്ഞു കേട്ടോ. എന്തായാലും നല്ല കുട്ടിയായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ വന്ന് ആ കുട്ടിയെ രക്ഷപ്പെടുത്തി കൊണ്ടുപോവില്ലല്ലോ. നിന്റെ അമ്മയൊന്നും അറിഞ്ഞാ സമ്മതിക്കില്ല കേട്ടോ. വലിയ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാകും. എന്നാലും കൈവിട്ട് കളയരുതട്ടോ. സ്നേഹിച്ച പെൺകുട്ടിയെ കൈവിട്ട് കളയരുതട്ടോ നീ, മുത്തശ്ശി പറഞ്ഞു. മുത്തശ്ശി, അവളിപ്പോ സ്നേഹിച്ച പെണ്ണ് മാത്രല്ല, എന്റെ ഭാര്യ കൂടിയാണ്, സന്ദീപ് പറഞ്ഞു. അത് കേട്ടതും മുത്തശ്ശിയുടെ കണ്ണുകൾ വിടർന്നു. അതെയോ? എടാ കള്ള, നീ അതും ഒപ്പിച്ചോ? അതെ. നമുക്ക് പിന്നെ സംസാരിക്കാട്ടോ. ഇപ്പൊ നമ്മൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് കണ്ടാലേ സംശയം തോന്നും. നമുക്ക് പിന്നെ സംസാരിക്കാം കേട്ടോ. ആയിക്കോട്ടെ. ഇപ്പൊ നമുക്ക് ഇവരുടെ ഈ നാടകം കാണാം അല്ലേ? മുത്തശ്ശി ചോദിച്ചു. അല്ല പിന്നെ, ചെറിയൊരു പുഞ്ചിരിയോടെ സന്ദീപും പറഞ്ഞു. എന്നാലും അവൾ എവിടെ പോയിന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ. അവളുടെ വീട്ടിലെത്തിയിട്ടില്ലെന്ന് അറിഞ്ഞില്ലേ? അപ്പോ അവള് മറ്റെങ്ങോ പോയി. ഇനി അത് ആരുടെ കൂടെ പോയി എന്ന് മാത്രം അറിഞ്ഞാ മതി. എന്നെ പറ്റിച്ച് അവൾ എങ്ങോട്ടോ പോവാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് വേണം അവളെ, ഈശ്വർ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവനെ പിടിച്ചു വെച്ചിരിക്കുന്ന ഹരിയുടെയും സച്ചിദേവിന്റെയും എല്ലാം കൈകൾ തട്ടി എറിഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് പോയി. അവന്റെ പുറകെ തന്നെ അവരും വേഗം ഓടിച്ചെന്നു. അവൻ അവന്റെ വണ്ടിയിൽ കയറിയതും കൂടെ തന്നെ ബാക്കിയുള്ളവരും കയറി. എങ്ങോട്ടാ നീ പോകുന്നത്? എനിക്ക് കണ്ടുപിടിക്കണം. ഒരുപാട് വൈകാതെ തന്നെ. അവൾ മറ്റൊരാളുടെ കയ്യിൽ എത്തിയാൽ അത് വേണ്ട. അവൾ എനിക്ക് വേണം. വീണ്ടും ഈശ്വർ അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ആയിക്കോട്ടെ, നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ. നീ ഇങ്ങനെ വയലന്റ് ആയി കഴിഞ്ഞാൽ ഒരു കാര്യവും നടക്കില്ല. നിന്റെ ആരോഗ്യം പോവും എന്നല്ലാതെ. നീ എന്തായാലും വാ, നമുക്ക് അന്വേഷിക്കാം അവൾ എവിടെ പോയെന്ന്. ഇപ്പോ അവള് വീട്ടുകാരറിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അവരും അന്വേഷണം തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? അവരുടെ കാര്യമൊന്നും എനിക്ക് അറിയണ്ട. എനിക്ക് അവളെ വേണം. ആർക്കും വിട്ടുകൊടുക്കാതെ ഞാൻ പൊതിഞ്ഞു പിടിച്ചു കൊണ്ട് നടന്നതാ അവളെ. എനിക്ക് വേണം. കിട്ടിയേ പറ്റൂ എനിക്ക് അവളെ. വീണ്ടും ഈശ്വർ പറഞ്ഞുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അവിടെ നിന്നും ഓടിച്ചു പോയി. ദേവു, നീ ഇതിട്ടാ മതി എന്ന് പറഞ്ഞ് അവൾക്ക് ധരിക്കാനുള്ള സെറ്റും മുണ്ടും ബ്ലൗസും അതിന് മാച്ചായ ഓർണമെന്റ്സും എടുത്ത് ലക്ഷ്മി അവളുടെ കയ്യിലേക്ക് കൊടുത്തു. എനിക്ക് എന്തിനാ ലച്ചു ഇത്? ദേ, ഇങ്ങോട്ടൊന്നും പറയണ്ട, ഇതെടുത്താ മതി. ഞാനും ദേ ഇതാ എടുക്കുന്നത്. നമ്മൾ രണ്ടുപേരും എപ്പോഴും ഒരുപോലെയല്ലേ ഒരുങ്ങാറ്. അതുകൊണ്ടാ ഇത്. നീ വേഗം റെഡിയായിക്കേ, ഞാനും ഇവിടെ നിന്നാ റെഡിയാവുന്നത് എന്ന് പറഞ്ഞ് ലക്ഷ്മി തന്നെ ചെന്ന് വാതിലടയ്ക്കാൻ പോയതും അയ്യോ അടയ്ക്കല്ലേ, ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അകത്തേക്ക് ഇഷാനിയും ഗംഗയും കൂടി കയറി. പിന്നീട് 4 പേരും ഒരുമിച്ച് തന്നെ റെഡിയായി. നിങ്ങളെന്നാ ഈ ചുരിദാർ ഇടുന്നത്? ലക്ഷ്മി ചോദിച്ചു. എന്റെ പൊന്നുമോളെ, ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് ഇതാണ് ഇഷ്ടം, ഇഷാനി പറഞ്ഞു.
നവീൻ ചേട്ടന്റെ ഇഷ്ടം കൂടി ഒന്ന് നോക്കിക്കൊള്ളണേ നീ, ഗംഗ പറഞ്ഞു. ഇങ്ങനെ ഇഷ്ടപ്പെടാൻ പറ്റുമെങ്കിൽ അങ്ങേരെ എന്നെ ഇഷ്ടപ്പെട്ടാ മതി, ഇഷാനി പറഞ്ഞു. ആയിക്കോട്ടെ. അല്ല, നീ എന്താ ഈ കോലത്തില്? ആരെ കാണിക്കാനാണ്? സന്ദീപേട്ടനി ഇവിടെ ഇല്ലല്ലോ, ഗംഗയെ നോക്കിക്കൊണ്ട് ഇഷാനി പറഞ്ഞതും, ആ ആരെയും നോക്കണ്ട, അമ്പലല്ലേ, ആരെങ്കിലൊക്കെ വന്നാലോ, അപ്പോ നമ്മള് ഒട്ടും മോശാവരുതല്ലോ. പിന്നെ ദേ ഈ രണ്ടെണ്ണത്തിന്റെ മുന്നിലും പിടിച്ചു നിൽക്കണ്ടേ നമുക്ക്, ഗംഗ പറഞ്ഞു. നല്ല കാര്യാണ്. വെറുതെ അല്ല സന്ദീപേട്ടൻ ഇവളെ ഇങ്ങനെ ഇറുകെ പിടിച്ചിരിക്കുന്നത്. ഇവള് കണ്ണ് വെട്ടിയ ചാടിപ്പോവെന്ന് അങ്ങേർക്കറിയാം, ഇഷാനി പറഞ്ഞു. അത് കേട്ട് ഗംഗയും ലക്ഷ്മിയും ദേവുവും പുഞ്ചിരിച്ചു. ഞാൻ റെഡിയാക്കി തരട്ടെ, ഗംഗ ചോദിച്ചുകൊണ്ട് ലക്ഷ്മിയുടെ അടുത്തേക്ക് ചെന്നു. എന്റെ കഴിഞ്ഞു, ദേ ഇവളെ ഒന്ന് റെഡിയാക്കി. ഇവള് ദേ മാലയും വളയും ഒന്നും ഇടാതെ ഇരിക്കുന്നത് കണ്ടില്ലേ, ലക്ഷ്മി പറഞ്ഞു. എന്റെ കൊച്ചെ, നീ എന്തെങ്ങനെ ഇരിക്കുന്നത്? നിന്റെ ആരെങ്കിലും ചത്തോ? ഗംഗ ചോദിച്ചതും ദേവു മുഖമുയർത്തി അവളെ നോക്കി. എന്റെ മോളെ, ഇതിലും വലിയ പ്രശ്നങ്ങൾ നടന്നവര് ഇവിടെ ജീവിക്കുന്നുണ്ട്. നീ എന്താ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? നമുക്ക് ഒരേ ഒരു ജീവിതേ ഉള്ളൂ. അത് നീ ഇങ്ങനെ സങ്കടപ്പെട്ട് കളയാനാണെങ്കിൽ ദൈവം പോലും നിന്നോട് പൊറുക്കില്ലാട്ടോ. മനുഷ്യന് മറവേ തന്നിരിക്കുന്നത് മറക്കാനാണ്. ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ മറക്ക്, എന്നിട്ട് ഇഷ്ടമുള്ളത് മാത്രം ആലോചിക്ക്, സന്തോഷം തരുന്നത് മാത്രം ആലോചിക്ക്. അല്ലാതെ സങ്കടമുള്ള കാര്യങ്ങൾ എപ്പോഴും ആലോചിച്ച് സങ്കടപ്പെട്ടിരുന്ന എന്തുപകാരം? നമ്മുടെ ശരീരം കേടാവും, നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകും, അത്രയുണ്ടാവൂ, ഗംഗ പറഞ്ഞു. ഗംഗ, നിനക്ക് എന്താ പറ്റിയത്? നീ ഇങ്ങനെയൊക്കെ സംസാരിക്കോ? ഈശാനി ചോദിച്ചു. നമ്മൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്, സാഹചര്യം വരുമ്പോ സംസാരിച്ചു പോകും, ഗംഗ പറഞ്ഞു. ഇവക്ക് തലക്കടി കൊണ്ടുവന്നാ തോന്നുന്നത്, തത്വങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തെങ്കിലും ആവട്ടെ, ആ സന്ദീപേട്ടന്റെ വിധി, അങ്ങേർക്ക് ഇത് അനുഭവിക്കണമെന്ന യോഗം ഉണ്ടാവും, ഇഷാനി പറഞ്ഞു. 4 പേരും റെഡിയായി പുറത്തേക്ക് വന്നു. അതെയോ, അങ്ങനെ പറഞ്ഞോ? പുള്ളിക്കാരത്തി ഒറ്റിക്കൊടുക്കും നമ്മളെ എന്ന് ചോദിച്ചുകൊണ്ടാണ് മാധവ് അങ്ങോട്ട് വരുന്നത്. പിന്നെയും കുറച്ചു നേരം അവൻ ഫോൺ കോളിൽ തന്നെയായിരുന്നു. ഫോൺ കട്ട് ചെയ്തതും അവൻ വന്ന് ദേവുവിന്റെ മുന്നിൽ വന്ന് നിന്നു. അതെ, ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഞാൻ കൂട്ടുകാരി കാണാൻ പോവാണെന്ന്? മാധവ് ചോദിച്ചതും ദേവു അവന്റെ മുഖത്തേക്ക് നോക്കി. പിന്നെ തല കുനിച്ചുകൊണ്ട് തലയനക്കി. ആരോടാ കൊച്ചു പറഞ്ഞത് എന്ന് ചോദിച്ചുകൊണ്ടാണ് ഉദയൻ ഷർട്ടിന്റെ കൈ മടക്കി വെച്ചുകൊണ്ട് വരുന്നത്. പേടിക്കാനൊന്നുമില്ല, എന്നെ ഇപ്പോ സന്ദീപ വിളിച്ചത്. അവിടെ ഈശ്വരന്റെ നാടകം നടക്കുകയാണ്. അതിനിടയ്ക്ക് കൂടി മുത്തശ്ശി അവനോടൊന്ന് സംസാരിച്ചു. നമ്മുടെ ദേവുട്ടി ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ കൂട്ടുകാരിയെ കാണാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, സന്ദീപും പിന്നെ ഗംഗയും കൂടി ചെന്ന് കണ്ട കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? മാധവ് ചോദിച്ചതും ദേവു തലയണക്കി. മാധവ്, എന്തെങ്കിലും കുഴപ്പമുണ്ടാവോടാ? ഇല്ല, അവര് പാവാ, ഇവള് രക്ഷപ്പെട്ടതിന്റെ സന്തോഷത്തിലാണെന്നാ പറഞ്ഞത്. അതെയോ? അവർക്ക് വല്ലാത്ത ദേഷ്യവും വെറുപ്പുണ്ട് ഈശ്വരനോട്. അവനോട് പറഞ്ഞത്രേ, നോക്കിക്കൊള്ളണം, വിട്ടുകൊടുക്കരുത് ആര് വന്നാലെന്ന്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. എന്ത്? ആകാംക്ഷയോടെ ഉദയൻ ചോദിച്ചു. ആ സമയമാണ് അവിടെ നിന്നും ശരത്ത് അകത്തേക്ക് കയറി വരുന്നത്. ശരത്തിന്റെ നോട്ടം പോയത് ലക്ഷ്മിയുടെ അടുത്ത് തലകുനിച്ചു നിൽക്കുന്ന ദേവുവിലായിരുന്നു. അവളുടെ ആ നിൽപ്പ് കണ്ടതും അവൻ മാധവിനെയും അവിടെ ചുറ്റുമുള്ളവരെയും ഒന്ന് നോക്കി. അത് അവര് പറഞ്ഞത് അവർക്ക് മരിക്കുന്നതിന് മുമ്പ് ഇവളുടെ ജീവിതം ഒന്ന് കാണണമെന്ന്. ദേവുവിന് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണമെന്ന് സന്ദീപിനോട് പറഞ്ഞത്രേ. ഇവളെ നല്ലൊരാളുടെ കയ്യില് ആ മുത്തശ്ശിക്ക് തന്നെ കൈപിടിച്ച് കൊടുക്കണമെന്ന് ആ ഒരു ആഗ്രഹം കൂടി സന്ദീപിനോട് പറഞ്ഞെന്ന് മാധവ് പറഞ്ഞതും ഞെട്ടലോടെ ദേവു മുഖമുയർത്തി മാധവിനെ നോക്കി. എന്നാൽ മാധവിന്റെ വാക്കുകൾ സന്തോഷത്തോടെയാണ് ശരത്ത് കേട്ടത്. അപ്പോ ആ മുത്തശ്ശിക്ക് ഈ മോളോട് സ്നേഹമുണ്ടല്ലേ? എന്നൊരു കാര്യം ചെയ്താലോ, സന്ദീപിനോട് പറയ് ആ മുത്തശ്ശി ഇങ്ങോട്ട് കൊണ്ടുവരാൻ, മാധവിന്റെ അമ്മ പറഞ്ഞതും ഇത് കൊള്ളാം, എല്ലാവരെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നാ എങ്ങനെ ശരിയാവാ? ആ വീട്ടില് ആരെങ്കിലും വേണ്ടേ ന്യൂസ് പിടിച്ചു തരാൻ, ഗംഗ പറഞ്ഞു. അത് കറക്റ്റ്, അവരവിടെയുണ്ടെങ്കില് അവിടുത്തെ കാര്യങ്ങൾ കുറച്ചുകൂടി നമുക്ക് അറിയാൻ പറ്റും. സന്ദീപിന് അവിടെ നിൽക്കുകയും വേണ്ട, അവനാണെങ്കിൽ അവിടെ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്, അവിടത്തെ ഒച്ചപ്പാടും ബഹളവും കണ്ടിട്ട് ഭ്രാന്ത് പിടിക്കുന്നെന്നാ പറഞ്ഞത്, മാധവ് പറഞ്ഞു. എടാ, അത് അവിടെ നിൽക്കാനുള്ള ഇഷ്ടക്കേട് കൊണ്ടല്ല, ഇവിടെ നമ്മളെല്ലാവരും ഉള്ളത് കാരണേ അവനവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഒരു കണക്കിന് അവൻ ഇപ്പോഴാ നമ്മുടെ എല്ലാവരുടെയും കൂടി ഒരു സന്തോഷം എന്താണെന്ന് അറിയുന്നത്. ആ ദേവർ മഠം അതൊരു ജയിലല്ലേ, അവിടെ നിന്നും അവനെ രക്ഷിച്ച മാലാഖിയാണ് ഇവളെന്നാണ് അവന് തോന്നുന്നത്. പക്ഷെ അവനറിയില്ലല്ലോ അതിലും വലിയ പ്രശ്നത്തിലേക്കാണ് അവൻ വന്ന് തലവെച്ചിരിക്കുന്നതെന്ന് അവനറിയില്ലല്ലോ.
പതിയെ അറിഞ്ഞോളും. ഉദയൻ പതിയെ പറഞ്ഞതും ഗംഗ അവന്റെ അടുത്തേക്ക് ചെന്ന് അവന്റെ കാലിൽ ഒന്ന് ചവിട്ടി. ആ എന്റെ കാല്! ഇവക്ക് ഭ്രാന്താണെന്ന് തോന്നുന്നത്. ആ ചെക്കൻ ജയിലിൽ നിന്നും ഒരു ഭ്രാന്തിയുടെ അടുത്തേക്കാണല്ലോ എന്റെ ദൈവമേ വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഉദയൻ ഓടി പുറത്തേക്കിറങ്ങി. അത് കണ്ട് അവിടെ നിന്ന് എല്ലാവരും ചിരിച്ചു. എന്നാൽ ശരത്തിന്റെ നോട്ടം പോയത് പുഞ്ചിരിയോടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന ദേവുവിന്റെ മുഖത്തേക്കായിരുന്നു. പെട്ടെന്ന് ദേവു നോക്കിയപ്പോൾ ശരത്ത് അവളെ നോക്കി ചിരിക്കുന്നത് കണ്ടതും അവൾ പെട്ടെന്ന് തന്നെ മുഖം കുനിച്ചു. എന്നാ മക്കള് പോയിട്ട് വാ, ടീച്ചറമ്മ പറഞ്ഞു. അതെ, കൊട എടുത്തേക്കണം, മഴയുണ്ട്. ഇപ്പോ മഴയൊന്ന് തോർന്നിട്ടുണ്ടെങ്കിലും മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്, ടീച്ചറമ്മ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കുമുള്ള കൊടയെടുത്തു കൊടുത്തു. കാറില് കൊടയുണ്ട് അമ്മ, സാന്ദ്ര പറഞ്ഞു. ആയിക്കോട്ടെ, എല്ലാവർക്കും വേണ്ടേ, ഇരിക്കട്ടെ, ഇത് വണ്ടിയിലിരുന്നെന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ടീച്ചറമ്മ തന്നെയാണ് കൊടയെല്ലാം കൊണ്ട് വണ്ടിയിലേക്ക് വെച്ചത്. മാധവ് കാർ എടുത്തു കൊണ്ടുവന്നതും അതിൽ ലക്ഷ്മി കയറി. ലക്ഷ്മി പുറകിലാണ് കയറിയത്. അവളുടെ കൂടെ തന്നെ ദേവുവും കയറി. അവരുടെ കൂടെ കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറാൻ പോയ മിത്രയുടെ കൈ പിടിച്ചുകൊണ്ട് ഗംഗ, നീ ഇങ്ങോട്ട് വന്നേ, നമുക്കതേ ഉദയേട്ടന്റെ വണ്ടിയിൽ പോകാം എന്ന് പറഞ്ഞ് അവളെ വിളിച്ചുകൊണ്ട് പോയി. ആ സമയം കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ശരത്ത് വന്ന് കയറി. ശരത്ത് വണ്ടിയിൽ കയറിയതും ദേവുവിന് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. എന്നാൽ അതവൾ പുറത്ത് കാണിക്കാതെ തന്നെ ഇരുന്നു. എന്നാൽ അവളുടെ അസ്വസ്ഥത മനസ്സിലായതുപോലെ ലക്ഷ്മി അവളുടെ കയ്യിൽ പിടിച്ചു. ഒന്നുമില്ല, ലക്ഷ്മി പതിയെ പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ തന്നെ മുറുകെ പിടിച്ചിരുന്നു. അവളും ലക്ഷ്മിയുടെ കൈകൾക്ക് മുകളിൽ കൈകൾ വെച്ചിരുന്നു. മാധവ് വണ്ടിയെടുത്തു. കുറച്ചു ദൂരം പോയപ്പോഴാണ് അവിടെ നിന്നും വരുന്ന കൃഷ്ണ ബസ് കാണുന്നത്. ദേവു, ആ കാണുന്നതാണ് നമ്മുടെ ബസ്, ലക്ഷ്മി പറഞ്ഞതും സൈഡ് ഒതുക്കി വണ്ടി നിർത്തിയിരുന്നു മാധവ്. ബസ്സും നിർത്തിയിരുന്നു. ഡ്രൈവിംഗ് സീറ്റിലുണ്ടായത് വിനോദാണ് എന്ന് ലക്ഷ്മി കണ്ടു. വിനോദും ലക്ഷ്മിയെയും അവൾ അടുത്തിരിക്കുന്ന ദേവുവിനെയും കണ്ടു. ആ ലക്ഷ്മി, അച്ചു, എങ്ങോട്ടാ എല്ലാവരും കൂടി? അമ്പലത്തിലേക്കാണ് വിനോദേട്ടാ, ലക്ഷ്മി പറഞ്ഞു. ലക്ഷ്മി, കൂട്ടുകാരി എവിടെ? അച്ചു പറഞ്ഞു കേട്ടേ ഉള്ളൂ, കണ്ടില്ലല്ലോ. ഇന്ന് വൈകിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. ഒരു സീറ്റിന്റെ വിൻഡോ വഴി തല പുറത്തേക്ക് ഇട്ടുകൊണ്ട് കിച്ചു ചോദിച്ചു. ഇവിടെയുണ്ട് ദേന, ലക്ഷ്മി പറഞ്ഞതും ദേവു കുറച്ചുകൂടി ലച്ചുവിന്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. അപ്പോ ഇതാണല്ലേ ആള്, വൈകിട്ട് നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാട്ടോ, കിച്ചു പറഞ്ഞതും ദേവു ഒന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത്. അതെ, വൈകിട്ട് എല്ലാരും കൂടി വീട്ടിലേക്ക് വരണോട്ടോ, ശരത്ത് മാധവിന്റെ അടുത്തേക്ക് ചേർന്നിരുന്നു കൊണ്ട് തല കുനിച്ചു പറഞ്ഞതും ആ എത്തിയേക്കാം, അതെ ചെലവുണ്ട്. ആടാ, വൈകിട്ട് വാ എല്ലാരും കൂടി. ശരിയെന്നാ പോട്ടെ, മാധവ് പറഞ്ഞുകൊണ്ട് വണ്ടിയെടുത്തു. കുറച്ചു ദൂരം യാത്രയ്ക്ക് ശേഷം ക്ഷേത്രത്തിന്റെ പാർക്കിങ്ങിലായിട്ട് മാധവ് കാർ ഒതുക്കി. ആ സമയം തന്നെ സന്ദീപിന്റെ കാറും അവിടെ എത്തിയിരുന്നു. അല്ല, നവീൻ എന്തു പറഞ്ഞു? കാറിൽ നിന്നും ഇറങ്ങിയതും മാധവ് ചോദിച്ചു. ഇല്ല, ഇന്ന് വരില്ല, എന്തോ കോളേജില് എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്ന്, അവിടുന്ന് മുങ്ങാൻ പറ്റിയില്ലെന്നാ പറഞ്ഞത്, ഈശാനി പറഞ്ഞു. ആ, ഞാനും വിചാരിച്ചു എത്തേണ്ടതാണല്ലോ എന്ന്. ഇല്ല, വൈകിട്ടെത്തെന്ന് പറഞ്ഞിട്ടുണ്ട്, ഈശാനി പറഞ്ഞു. ഇപ്പോഴാ എനിക്കൊരു ആശ്വാസമായത്, ഞാൻ വിചാരിച്ചിരിക്കായിരുന്നു എനിക്കാരും കൂട്ടില്ലല്ലോന്ന്, ഗംഗ പറഞ്ഞതും ഞാനില്ലേ ചേച്ചിക്ക് കൂട്ട്, മിത്ര പറഞ്ഞു. എടീ, എന്നാലും ഇവര് മാത്രം ഇങ്ങനെ ഒരുമിച്ച് ജോഡികളായിട്ട് നടക്കുമ്പോഴേ എനിക്കെന്തോ ദേ ഇവിടെ ഒരു വിഷമം, ഗംഗ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞതും എല്ലാവരും ചിരിച്ചു. എന്നാ വാ എന്ന് പറഞ്ഞ് എല്ലാവരും ഒരുമിച്ച് ക്ഷേത്രത്തിലേക്ക് കയറി. ഒരിക്കലും വന്നിട്ട് ചോര കണ്ട് ഓടിപ്പോയ ലക്ഷ്മിയുടെ കഥ പറയുകയായിരുന്നു മിത്ര. അച്ചുവേച്ചി, അച്ചുവേച്ചിക്ക് പേടിയാണോ ബ്ലഡ്? ദേവുവിനോട് മിത്ര ചോദിച്ചതും ദേവു നോക്കിയത് ലക്ഷ്മിയായിരുന്നു. ലക്ഷ്മി ചിരിച്ചുകൊണ്ട് നടക്കുന്നത് കണ്ടതും എന്താ, ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെയാ, ലക്ഷ്മി പതിയെ പറഞ്ഞു. ചേച്ചിക്കും പേടിയാണോ ബ്ലഡ്? അതെ, ദേവു പതിയെ പറഞ്ഞു. എല്ലാവരും ക്ഷേത്രത്തിലേക്ക് കടന്നു. ഒരുപാട് ആളുകളൊന്നുമില്ല, മഴയായതുകൊണ്ട് തന്നെ തിരക്ക് കുറവാണ് എന്ന് അറിയാമായിരുന്നു. ചെരുപ്പ് ഊരി ആ മണ്ണിലേക്ക് കാല് വെക്കുമ്പോൾ തന്നെ തണുപ്പ് അറിയാൻ പറ്റുന്നുണ്ട്. ആ തണുപ്പ് ശരീരമാകെ പടരുന്നത് പോലെ എല്ലാവർക്കും തോന്നി. ദേവു ചുറ്റും അതിശയത്തോടെയാണ് നോക്കിക്കണ്ടത്. ലക്ഷ്മിക്കും ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും വീണ്ടും പുതുമ നിറഞ്ഞ ഒരു സ്ഥലത്തേക്ക് വരുന്ന പോലെയാണ് അവൾക്കും തോന്നിയത്. അവൾക്കറിയാവുന്ന കാര്യങ്ങൾ അവൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ദേവുവിന്. കൂടെ സാന്ദ്രയും. സ്ത്രീകളെല്ലാം മുന്നിലും അവർക്ക് പിന്നിലായിട്ട് മാധവും ഉദയനും ശരത്തും എല്ലാം നടന്നു. അവിടെയുള്ള ആരാധനാമൂർത്തിയുടെ മുന്നിൽ കൈകൾ തൊഴുത് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ലക്ഷ്മിയും ദേവുവും സാന്ദ്രയുമെല്ലാം. അല്പസമയം കഴിഞ്ഞ് നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുറന്ന് ദേവു ആരാധന ബിംബത്തെ നോക്കി.
അപ്പോഴാണ് അവൾ അടുത്ത് നിൽക്കുന്ന ആളെ ശ്രദ്ധിച്ചത്. ഇത്രയും നേരം അടുത്തുണ്ടായിരുന്ന ലക്ഷ്മിയോ സാന്ദ്രയോ ആരുമല്ല, അവളുടെ അടുത്ത് ചേർന്ന് നിൽക്കുന്ന ശരത്ത്. കണ്ണുകൾ അടച്ച് അപ്പോഴും പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു ശരത്ത്. അവൾ പെട്ടെന്ന് അവിടെ നിന്നും തിരിഞ്ഞു നടക്കാൻ പോയതും ശരത്ത് അവളുടെ കയ്യിൽ പിടിച്ചു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.